Paper 2 question 30 നോക്കാം. Consider the ellipse E given by x square by 18 plus y square by 12 is equal to 1. H be the hyperbola whose eccentricity is the reciprocal of eccentricity of E and whose foci are the same as that of E. P and Q are the points of intersection of H and the parabola in the first quadrant. D be the distance between P and Q. Basically അത് ജസ്റ്റ് ന്യൂമറിക്കൽ വർക്ക് ചെയ്യാനുള്ള സിമ്പിൾ ചോദ്യം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ ബൈ 18 പ്ലസ് വൈ സ്ക്വയർ ബൈ 12 ഇസ് ഈക്വൽ ടു 1 തന്നിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 ആണ് കിട്ടി. എക്സെൻട്രിസിറ്റി ഇസ് ഈക്വൽ ടു സി ബൈ എ ആണല്ലോ. സി ബൈ എ എന്ന് പറയുമ്പോൾ റൂട്ട് 6 ഡിവൈഡഡ് ബൈ റൂട്ട് 18 1 ബൈ റൂട്ട് 3 ആണ് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ഹൈപ്പർബോള നമ്മൾ എങ്ങനെ എടുക്കാൻ പോവാം? നമ്മുടെ ഹൈപ്പർബോള എടുക്കാൻ പോകുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആയിട്ട് എടുക്കാൻ പോണത്. അപ്പോൾ അതിൽ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞ സാധനം റൂട്ട് 3 ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഫോക്കസ് എന്താണ്? ഫോക്കസ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സി ബൈ എ ആണല്ലോ. സി ബൈ എ സി എന്ന് പറഞ്ഞാൽ മുന്നത്തതാണ്. റൂട്ട് 6 ബൈ എ ആണ്. അപ്പോൾ എ വാല്യൂ പറഞ്ഞാൽ റൂട്ട് 2 ആണെന്ന് പറയുന്നുണ്ട്. കറസ്പോണ്ടിങ്ലി ബി സ്ക്വയർ വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഇക്വേഷൻ കിട്ടിയത് എന്തായിരിക്കും? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് വൈ സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇത് എന്തായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്? റൂട്ട് 5y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യാണ്. അപ്പോൾ വി ബേസിക്കലി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഇന്റർസെക്ഷൻ ഓഫ് റൂട്ട് 5y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് വൈ സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനുകൾ x1 y1 ഉം x2 y2 ആണെന്ന് വിചാരിച്ചോ. പിയും ക്യൂ ഫസ്റ്റ് ക്വാർട്ടറിൽ കേട്ടോ. അപ്പം നമ്മൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ y ഉള്ളിടത്ത് എക്സ് സ്ക്വയർ ബൈ റൂട്ട് 5 കൊടുക്കാൻ പോവാം. അപ്പോൾ അതിൽ നിന്ന് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 1 ബൈ 4 ഇൻറ്റു എക്സ് പവർ 4 ബൈ 5 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x സ്ക്വയർ മൈനസ് എക്സ് പവർ 4 ഇസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. അപ്പോൾ ഇത് എക്സ് പവർ 4 മൈനസ് 10x സ്ക്വയർ കംപ്ലീഷൻ ഓഫ് സ്ക്വയർ ചെയ്യണമെങ്കിൽ എക്സ് പവർ 4 പ്ലസ് 20 ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എക്സ് പവർ 4 മൈനസ് 10x സ്ക്വയർ പ്ലസ് 25 ആയിരുന്നെങ്കിൽ ഇവിടെ 5 വന്നേനെ. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 പ്ലസ് റൂട്ട് 5 5 മൈനസ് റൂട്ട് 5 ഇത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സാണ്. പോസിറ്റീവ് നമ്പേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട്സാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ x1 സ്ക്വയർ നമ്മൾ എടുക്കാൻ പോണത് 5 പ്ലസ് റൂട്ട് 5 x2 സ്ക്വയർ നമ്മൾ എടുക്കാൻ പോണത് 5 മൈനസ് റൂട്ട് 5 ആണേ. ഇനി നമുക്ക് വേണ്ട y1 ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എന്താ y1 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 സ്ക്വയർ ബൈ 5 ആണ്, റൂട്ട് 5 ആണ്. y2 എന്താ ചോദിച്ചു കഴിഞ്ഞാൽ x2 സ്ക്വയർ ബൈ റൂട്ട് 5 ആയിരിക്കും. ഇനി നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. പി ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് x2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ബൈ 5 എന്ന് വരും. ഇനി x2 സ്ക്വയർ x1 x2 എന്താ നമുക്ക് കണ്ടുപിടിക്കുക? x1 x2 ഇട്ട് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 25 മൈനസ് 5 20 എന്ന് കിട്ടും. അപ്പോൾ x1 x2 സ്ക്വയർ കേട്ടോ. അപ്പോൾ x1 x2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 റൂട്ട് 5 ആണെന്ന് കിട്ടും. 2 റൂട്ട് 5. അപ്പോൾ ഇത് x2 സ്ക്വയർ x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x1 സ്ക്വയർ 5 പ്ലസ് റൂട്ട് 5 പ്ലസ് x2 സ്ക്വയർ 5 മൈനസ് റൂട്ട് 5 പ്ലസ് മൈനസ് 2x1 x2 അപ്പം മൈനസ് 4 റൂട്ട് 5. ഇതാണ് ഈ ക്വാണ്ടിറ്റി കേട്ടോ. അപ്പോൾ ഈ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 മൈനസ് 4 റൂട്ട് 5 ആണേ. ദിസ് ക്വാണ്ടിറ്റി ഇസ് 10 മൈനസ് 4 റൂട്ട് 5 ആണ്. ഓക്കെ, ഈ ക്വാണ്ടിറ്റി. ഇനി ഇവിടെ നമുക്ക് x2 സ്ക്വയർ
മൈനസ് x1 സ്ക്വയർ. x2 മൈനസ് x1 സ്ക്വയർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ x2 മൈനസ് x1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2√5 ആണ്, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് 2√5 ദ ഹോൾ സ്ക്വയർ ബൈ 5 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് വരാൻ പോകുന്നത് 5 ക്യാൻസൽ ആയി 4 എന്ന് വരും. 14 മൈനസ് 4√5 എന്നാണ് വരാൻ പോകുന്നത്. കാൽക്കുലേഷൻ പണിയാണ്. 14 മൈനസ് 4√5, അപ്പോൾ 14ഉം 4ഉം, അപ്പോൾ 18 ആണ് ഉത്തരം. 18 is the answer.